Welcome back to Vivel Kail Oru Kodi. Are you ready? Powered by Josco Jewelers. Any ആറാമത്തെ ചോദ്യമാണ്. Before that, game position. Let's see how much we have. 12 ലക്ഷമാണുള്ളത്. 6th question ആണ് അടുത്തത്. Happy? നോക്കാം. ആറാമത്തെ categories favorable ആണോ നമുക്ക് നോക്കാം. ആറാമത്തെ ചോദ്യത്തിലേക്കുള്ള categories are പൂർണ്ണ രൂപം chewing gum. പൂർണ്ണ രൂപം എടുക്കാം. പൂർണ്ണ രൂപം. അയ്യേ, I thought you will take chewing gum. പൂർണ്ണ രൂപമാണ് selected category. Answer options are Global Postal System, Global Public Service, Global Positioning System. ചോദ്യം ഇതാണ്, GPS-ന്റെ പൂർണ്ണ രൂപം എന്ത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് Global Postal System, Global Public Service and Global Positioning System. ആലോചിച്ച് തീരുമാനിച്ചോട് സമയം ആരംഭിച്ചിരിക്കുന്നു. 50 seconds under. Are you sure? Sure. Stop the timer? Yeah. Wow, stop the timer. Quick change option വേണമോ വേണ്ടയോ? Global Positioning Systemത്തിലാണ് 12 lakhs വെച്ചിട്ടുള്ളത്. വേണ്ട. It's your last chance to use quick change. വേണ്ട. So you're very sure about this? Sure. Okay, മുന്നോട്ട് വരൂ. ഇത് ആറാമത്തെ ചോദ്യമാണ്. They're just one question away from the final question. Top or drop? Good going, Girish, Preeta. Been going very well for you. 12 lakhs. കയ്യിലുണ്ട്. Global Positioning System is the right answer. ഞാൻ കേട്ടിട്ടുണ്ട് വായിലുണ്ടാവുന്ന പല രോഗങ്ങൾക്കും കാരണം വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണെന്ന്. അത് ശരിയാണോ? വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇൻഡൈജഷൻ മെയിനായിട്ട് നമ്മളെ ഇൻഡൈജഷൻ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും വായിലുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് പറയുക വായ്ക്ക് ചീത്ത മണം വരിക. അതുപോലെ വായിലെ പിന്നെ ചെറിയ ചെറിയ പഴുപ്പുകൾ വരും. ആഫ്റ്റർ സൾസർ എന്ന് പറയും. വായ്പുണ്ണ് എന്ന് പറയും മലയാളത്തിൽ. ഇതുപോലുള്ള സാധനങ്ങൾ അല്ലാതെ വായിലുള്ള അസുഖം കൊണ്ട് മാത്രം പല്ലിന് കേട് വരണമെന്നില്ല. അതേപോലെ ഇൻഡൈജഷൻ സ്ഥിരമായിട്ട് ഛർദ്ദിക്കുന്ന ആൾക്കാർക്ക് ഛർദ്ദിയൊക്കെ വരുമ്പോൾ പല്ലിന് തേയ്മാനം വരിക, അതുപോലുള്ള സാധനങ്ങൾ ഗ്യാസ്ട്രിക് ജ്യൂസസുകളൊക്കെ കുറെ പോകുമ്പോഴേ. നോൺ വെജ് കൂടുതൽ കഴിച്ചാൽ പല്ലിന് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിസ്ഡം ടൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇത് ശരിക്കും എല്ലാവർക്കും വരുമോ പുറത്തോട്ട്? 21ാമത്തെ വയസ്സിലാണ് വരേണ്ടത്. വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പുറത്ത് വന്ന് പകുതി വന്ന് കിടക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന ആളാണെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഒരാൾക്ക് ലൈക്ക് ഏജ് നന്നായിട്ട് 40-50 years ഓൾഡ് ഒക്കെ ആയി ഇതുവരെ വിസ്ഡം ടൂത്ത് വരാത്ത ആൾക്കാരുണ്ടോ? ഇഷ്ടംപോലെ. വൈ ഇസ് ഇറ്റ് കോൾഡ് വിസ്ഡം ടൂത്ത്? എനിക്കിനിയും വിസ്ഡം ടൂത്ത് വന്നിട്ടില്ല. ബുദ്ധി വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? ചിലപ്പോ ഈ ഗെയിം ഷോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരിക്കും ഒരു വിസ്ഡം ടൂത്ത് വരിക. അപ്പൊ ഞാൻ ശരിക്കും മന്ദബുദ്ധിയല്ലേ? മമത ബുദ്ധിയാണ്. ഗെയിം പൊസിഷൻ ആണ് അടുത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യമാണ് അടുത്തത്. 12 ലക്ഷവുമായി ഈ ചോദ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്. നിങ്ങൾക്ക് ഒരു ആൻസർ ഓപ്ഷനും കൂടെ ഞാൻ ഒഴിവാക്കാൻ പോകുന്നു. നോക്കാം കാറ്റഗറീസ്. ഒരു ആൻസർ ഓപ്ഷന്റെ മുകളിലേ വെക്കാൻ പറ്റുള്ളൂ. യു റിമെമ്പർ ദാറ്റ്? കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 7 ആർ പല്ല്, മൃഗം. പല്ല്. പല്ല് ഡോക്ടർമാർക്ക് തന്നെ പറ്റിയ കാറ്റഗറി. പല്ല് ആണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻ നോക്കാം. സീബ്ര, പശു. മനുഷ്യന്റെ പല്ലല്ല. ചോദ്യം, വായിൽ മുകളിലെ മുൻനിരയിൽ പല്ലില്ലാത്ത മൃഗം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് സീബ്ര, പശു. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു.
വെറ്റിനറി ഡോക്ടർ എന്താന്ന് പശുവിന് മുകളിൽ പല്ലുണ്ട്. മുകളിൽ താഴെ പല്ലുണ്ട്. പശുവിൻ്റെ ചിത്രമൊക്കെ കാണുന്നത് പല്ല് വെച്ചിട്ടാണ് പല്ലില്ലാത്ത മൃഗമല്ലേ സീബ്ര. പശു സീബ്രേൻ്റെ പല്ല് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. സീബ്ര എന്ന ആൻസർ ഓപ്ഷനിൽ 12 ലക്ഷം, പശുവിൽ ഒന്നും ഇല്ല. ഷുവർ ആണോ? പശുവിന്റെ പല്ല് കണ്ടു എന്നുള്ളതാണ് ധാരണ. ചോദ്യം ശരിക്കും വായിച്ചോ? മുകളിലെ മുൻനിരയിൽ പല്ലില്ലാത്ത മൃഗം വായിച്ചു. പശുവിന്റെ അപ്പർ ലിപ്പും ലിഫ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല. അപ്പൊ സീബ്രയുടെ മുകളിൽ എന്ത് ധൈര്യത്തിലാ വെച്ചേ? അല്ല, നമ്മുടെ പശുവിന്റെ ചിത്രങ്ങളിലൊക്കെയും പശുവിന്റെ പല്ല് കാണാറില്ല. പക്ഷെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ പല്ല് കണ്ടിട്ടാ ചിത്രമൊക്കെ കാണാറ്. പല്ലില്ലെങ്കിൽ ആരും പല്ലില്ലാതെയല്ലേ വരയ്ക്കും. എന്റെ ദൈവമേ, എനിക്കൊരു ശിക്ഷയാ. വെറ്റിനറി 6 മാസം വെറ്റിനറിക്ക് പഠിച്ചിരുന്നു ഞാൻ. പിന്നീടാണ് എനിക്ക് BDS കിട്ടിയത്. ഓ, എനിക്കുള്ള ശിക്ഷയാണിത്. അപ്പൊ പല്ലെന്ന് ചോദിച്ചപ്പം വേഗം മനുഷ്യ പല്ലാന്ന് വിചാരിച്ചു, മൃഗം നീട്ടിയപ്പം വല്ലാതെ ഒരു ട്വിസ്റ്റ് ആയി പോയല്ലേ അത്. വായിൽ മുകളിലെ മുൻനിരയിൽ പല്ലില്ലാത്ത മൃഗം ഏത് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരമാണെങ്കിൽ സീബ്ര എന്ന ആൻസർ ഓപ്ഷനിലെ 12 ലക്ഷം will be yours. പശു ശരിയായ ഉത്തരം ആണെങ്കിൽ സൂര്യ TV നൽകുന്ന 1 ലക്ഷം രൂപ ഞാൻ ഈ ആൻസർ ഓപ്ഷന്റെ മുകളിൽ വെക്കുന്നു. വെറ്റിനറി സ്റ്റഡീസ് വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് വെച്ചാൽ പിന്നീടാണ് എനിക്ക് BDS കിട്ടിയത്. അതിന് നിങ്ങള് അതൊരു നല്ലതിനായിരുന്നോ മോശത്തിനായിരുന്നോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുക. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ഒന്നുകിൽ സീബ്രയിലുള്ള 12 ലക്ഷം നിങ്ങളുടേത്. പശു ശരിയായ ഉത്തരമാണെങ്കിൽ അതിന് പകരം 1 ലക്ഷം രൂപയായിരിക്കും കിട്ടുക. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്താ വേണ്ടെന്ന് അറിയില്ല. കരയാണോ വേണ്ട, ചിരിക്കാണോ വേണ്ട? പശുവിന് മുൻനിരയില് മേലില് പല്ലില്ല, അണപ്പല്ല് മാത്രമേ ഉള്ളൂ. മുൻനിരയിൽ പല്ലുകളേ ഇല്ല. എന്താ ചെയ്യാ? ഇതുവരെ യു പ്ലേഡ് സോ വെൽ. 12 lakhs-ആയിട്ടാണ് ഈ ചോദ്യത്തിലേക്ക് വന്നത്. അത് പശു വളരെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആനിമൽ ആണല്ലോ. ആണ്. ഒരിക്കലും പല്ല് നോക്കാറില്ല. അതിന്റെ പല്ലുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പാണ് അറിയുന്നത് ഈ ഇൻഫർമേഷൻ, പുതിയൊരു ഇൻഫർമേഷൻ. ഇനി അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു ആനിമേറ്റഡ് ഫിലിമില് സീബ്രയ്ക്ക് എല്ലാ പല്ലും ലൈക്ക് അപ്പ് ആൻഡ് ഡൗൺ പല്ല് ഉള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പശു ആവാനാണ് കൂടുതൽ സാധ്യത. ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത്, ഞാൻ എത്രയോ സിനിമയിൽ പശുവായിട്ട് പശു നമ്മുടെ ലൊക്കേഷനിലൊക്കെ വരാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെയാണ്, കുറ്റം പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യന്റെ പല്ലായില്ലായിരുന്നു. ഓക്കെ, 1 ലക്ഷം രൂപ is yours. ഗിരീഷ് ആൻഡ് പ്രീത 2 നല്ല കണ്ടസ്റ്റൻസ് ആണ്. ഐ റിയലി എൻജോയ്ഡ് ഷെയറിംഗ് ദി സ്പേസ് വിത്ത് യു. അത് മാത്രമല്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വിവളുടെ ഗിഫ്റ്റ് ആൻഫോറുണ്ട്. ആൻഡ് ഓൾസോ ഫോർ യു ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ.
ആൻഡ് ഫ്രാൻസിസ് ആലുക്കാസ് നൽകുന്ന 10,000 രൂപയുടെ ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ ആണ്. What do you have to say about your experience? എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് തിരിച്ചു പോകുന്നത്. കാരണം ഈ ഷോയിലൂടെ പങ്കെടുക്കുക, മമതയുടെ കൂടെ ഈ ഷോയിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പ്രേക്ഷകരെ ഇനി കാണണം എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം കാണണം, അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. Thank you so much, Girish and Preeta. Very good. പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് along with the question once again. A. ഷൊർണൂർ, B. പൊന്നാനി, C. കാലടി, D. പൈനാവ്. ചോദ്യം ഇതാണ്: മലപ്പുറം ജില്ലയിലെ മലപ്പുറം കൂടാതെയുള്ള പാർലമെന്റ് നിയോജക മണ്ഡലം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്: A. ഷൊർണൂർ, B. പൊന്നാനി, C. കാലടി and D. പൈനാവ്. SMS അയക്കേണ്ട ഫോർമാറ്റ് AYR സ്പേസ് ഓപ്ഷൻ A or B or C or D സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് സ്ഥലം. SMS അയക്കേണ്ട നമ്പർ 58585. നാളെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നിങ്ങൾക്ക് SMS അയക്കാനുള്ള സമയം. വിജയികൾ ആരാണെന്ന് അറിയാൻ പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ദ നെക്സ്റ്റ് ഡേ. അഡ്രസ് ഇസ് www.sunnetwork.in/1crore. വിജയികളായി സെലക്ട് ചെയ്യുന്ന 10 പേർക്ക് 5000 രൂപ വീത സമ്മാനമുണ്ട്. ആൻഡ് കയ്യിലൊരു കോടിയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും പതിവായി കണ്ടുകൊണ്ടിരിക്കുക. പ്രേക്ഷകർക്കായി നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം മാത്രം നൽകുക. കാരണം നാളെ ഒരു പക്ഷേ 1 കോടി നേടാൻ പോകുന്ന മത്സരാർത്ഥി നിങ്ങളിൽ ഒരാളാവാം. ഇനി അടുത്ത കണ്ടസ്റ്റന്റ്സിനെ വെൽക്കം ചെയ്യാൻ നമുക്ക് സമയം ഇല്ല. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം on yet another exciting episode of വിവൽ കയ്യിൽ 1 കോടി. Are you ready?